അവിടെ ഫ്ലാറ്റില് പ്രീ നടക്കുന്നുണ്ടായിരുന്നു മൂവിയുടെ. അപ്പം നിങ്ങളുടെ ചർച്ചകൾ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഫ്ലാറ്റ് വരെ കേൾക്കുമായിരുന്നു ചർച്ച. പിന്നെ സന്തോഷം. താങ്ക് യു സോ മച്ച് സമയം സ്പെൻഡ് ചെയ്തതിന്. വീണ്ടും വണക്കം. കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ വീണ്ടും വരാം. അതെ കേട്ടോ, വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല, വിശേഷമാകുമ്പോൾ അറിയിച്ചാൽ മതി. നമ്മക്കാകെ നന്ന കൂടെ ദിദ്ര ബേഗു അതല്ലാതെ വേറെ നമുക്ക് അറിയത്തില്ല. അതിന്റെ ഉത്തരം കൊടുക്കൂ. എന്നോട് ദിലീപേ, നമ്മള് കല്യാണം തുടങ്ങുമ്പോൾ എന്നോട് ലാൽ ജോസ് എപ്പോഴും പറയും, നീ ജോലിയുള്ളൊരു പെൺകുട്ടിയെ കെട്ടണം. കാരണം ലാൽ ടീച്ചറിന്റെ മോളെ ടീച്ചറെ കിട്ടിയത്. അപ്പോൾ ഞാനും ആഗ്രഹമുണ്ട് ടീച്ചറോ നേഴ്സോ എല്ലാം കിട്ടും. ടീച്ചർ പോയിട്ട് ഭ്രാന്ത് പിടിച്ചതിനെ കിട്ടുന്നില്ല. അല്ല, നമ്മള് അത് മാത്രമല്ല, അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ജോലി കൊണ്ടൊന്നും ഒരാളെ കിട്ടാൻ പോകുന്നത്. ടീച്ചറിനെയൊക്കെ മോഹിക്കണമെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകണം. ഈ മാരേജ് പ്രപ്പോസൽസ് ഒക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വരുന്നത്? മെസ്സേജ് ത്രൂ ഒക്കെ വരാറുണ്ടോ? മാരേജ് അല്ലേ, പ്രപ്പോസലോ? ഇത് ഇറങ്ങിയിട്ട് ഒരു മെസ്സേജ് പോലും വന്നില്ല. അതെങ്ങനെയാ പെൺകുട്ടികളൊന്നും പ്രപ്പോസ് ചെയ്തില്ല. ഈ പെൺകുട്ടികളല്ലേ പ്രപ്പോസ് ചെയ്തത്? ഞാൻ ഗുണ്ടനാണോ? അതല്ലേ പറയുന്നല്ലേ. അത് വായിച്ച പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. സ്നാക്സ് എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു റെഫറി മഞ്ഞക്കാരൻ. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന സന്ദീപാണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളുടെ ഇടയിലുള്ള ഒരു റൊമാൻറ്റിക് ബോയ് സന്ദീപാണോ? അതായത് റൊമാൻറ്റിക് മീൻസ് നമ്മളടുത്ത് റൊമാൻസ് ഒന്നും കാണിക്കാറില്ല. ജീവിതത്തിലൊരു പാരഡോക്സിക്കൽ ആയ ഒരു സിറ്റുവേഷൻ. എല്ലാ പൈസയിലും ഞാൻ പടത്തിൽ ഞാൻ ശമ്പളം കൃത്യമായി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ മിക്ക പ്രൊഡ്യൂസർമാർ എന്നോട് ചോദിച്ചു നോക്ക്, അവർ എന്റെ കൂടെ അവർ തോറ്റുപോയ ആൾക്കാർ എന്നോട് വീണ്ടും സിനിമ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള നമുക്കൊരു നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ, നല്ല ഉറക്കമുണ്ടെങ്കിൽ, നല്ല വെള്ളം, നല്ല ഭക്ഷണം സമയത്തുണ്ടെങ്കിൽ മാത്രമേ ആ വാവ് ഫാക്ടർ കിട്ടുള്ളൂ. ഈ ബോട്ടോക്സും ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് നാളെ ജോലി ഇല്ലെങ്കിൽ ഒന്ന് ആഴ്ചക്ക് എല്ലാം തൂങ്ങിയെടുക്കല്ലേ ഉണ്ടാവുക. അതിന് എനിക്ക് സമയമില്ല. മുഖത്തെ ഇത് ചീത്തയാണെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പൊ നീ എഴുതി എല്ലാ ഇതിന്റെ തുടക്കത്തിൽ എഴുതി കാണി സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. ഇത് എഴുതി കാണിച്ചാലേ നമുക്കറിയുള്ളൂ, അല്ലല്ലോ? എഴുതി കാണിച്ചാലും ഇല്ലെങ്കിൽ നമുക്കറിയാം. ഇത് എഴുതി ഇടുന്നവൻ, ഇത് ടൈപ്പ് ചെയ്ത് അടിക്കുന്നവൻ, ഇത് പറയുന്നവൻ തന്നെ വലിച്ചിട്ടാണ് ഡബ് ചെയ്യുന്നത്. ഞാൻ എത്രയോ സ്ഥലത്ത് 2 എണ്ണം വലിച്ചിട്ട് ആ സ്മോക്കിങ്ങിനോട് എടുത്തേണേ ഇപ്പൊ അതാ പറഞ്ഞത്. എനിക്ക് ഗെയിംസും ഇതിന്റെ കാര്യമൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കലേഷാണ്. ഞാൻ കേട്ടായിരുന്നു. ഞാൻ പിന്നെ ഇതുവരെ നടന്നു പോയപ്പോ കേറിയിരുന്നു. ഒരു വിവാഹം കണ്ടാൽ മതി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സാറ് കല്യാണം കഴിച്ചൊന്ന് കാണണം. സാറ് കല്യാണം കഴിക്കുന്നതിന് താങ്കൾക്കാവുന്ന കാര്യം അല്ലേ? സാറ് കല്യാണം കഴിച്ച അവിടെ നിൽക്കുന്നത്. താങ്കൾ കല്യാണം കഴിച്ചു കാണോ? അല്ല. എന്താ കഴിക്കാത്ത? എനിക്കത് അതിനുള്ള പ്രായമായിട്ടില്ല. ആര് പറഞ്ഞു? എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഹൊറർ കോമഡി ചെയ്യണോ. കാരണം കോമഡി ചെയ്ത് ഹൊററായി പോവാറ്. Yeah, that body's a blessing, girl.
അതെ അത് കാരണം കഴിഞ്ഞ ദിവസം സൺഡേ മൺഡേ അല്ലെങ്കിൽ വീക്കെൻഡ് ഞായറാഴ്ച തൊട്ട് മഴയുണ്ട്. ഇന്നലെയും അത്യാവശ്യം നല്ല മഴ പെയ്തു. പക്ഷെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൈറ്റ് ഷോസ് ഫുള്ളായിരുന്നു, ഷേണൈസ് ഫുള്ള്, നമ്മുടെ തിയേറ്റേഴ്സ് ഒക്കെ ഫുള്ളാണ്. സൺഡേ അത്യാവശ്യം ഫുൾ ഹൗസ് ഓടി പല സ്ഥലത്തും. നരിവേട്ട കാണാൻ പോയപ്പോഴും അവിടെ നമ്മളെ പടം ഫുള്ളായിരുന്നു. അത് പാളിപ്പോയെന്ന് മനസ്സിലാക്കുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നീ ഓക്കെ ആണോ അപ് കൈസെ ഹോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു തോൽവി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഞാൻ സമ്മതിക്കില്ല. തോൽവിയല്ല, പക്ഷെ എല്ലാ തീരുമാനവും തെറ്റായിരുന്നു. ഈ കൊറോണ ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത കാര്യം എന്താ? കള്ള് മിസ് ചെയ്ത് ബ്ലാക്കിൽ കിട്ടുമായിരുന്നില്ല ചേട്ടാ. നിങ്ങൾ അപ്പുറത്തെ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. ഒരു കുപ്പി എറിഞ്ഞു കൊടുത്താ ഞാൻ കുപ്പിയൊന്നും കുടിക്കാറില്ല. കുപ്പി കുടിക്കാറില്ലെങ്കിൽ ആരും ഉള്ളിലെ മദ്യല്ല കുടിക്കുക. പക്ഷെ കറക്റ്റ് ആണ്, അത് ഡയറക്ടർ ബ്രില്യൻസിയാ അല്ലേ? ഇപ്പൊ ബിപിൻ ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ബിപിൻ ചേട്ടൻ എങ്ങനെ ഭയങ്കര സീരിയസ് ആണോ? സെറ്റിലൊക്കെ ഭയങ്കര സീരിയസ് ആയിരുന്നു? മനുഷ്യർ ഓക്കെ. താങ്കൾ പറഞ്ഞു എന്നെ കൊരങ്ങമണി എന്ന് വിളിക്കുന്നത്, അപ്പൊ താങ്കൾ എനിക്ക് ചെകുത്താൻ എന്ന് വിളിക്കാമോ? പിന്നെന്താ, കുഴപ്പമില്ല. അങ്ങനെയാണല്ലോ ആൾക്കാരെല്ലാരും വിളിക്കുന്നത്. ചെകുത്താൻ എന്നാണ് വിളിക്കുന്നത്. ആളുകൾ വിളിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ലോകത്ത് വേറെ ചെകുത്താനുണ്ടോ? ഒന്നുമില്ല, വിളിക്കുന്നതാണത്. ചെകുത്താൻ ഇല്ലെന്ന് താങ്കൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും? നിങ്ങളെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇപ്പൊ ചിലപ്പോ എനിക്കിപ്പോ ഇനി സംശയിക്കേണ്ടി വരും. ചിലപ്പോ ഉണ്ടെന്ന് സംശയിക്കേണ്ടി വരും. ഈ 3 സാധനങ്ങൾ ഇല്ലാണ്ട് ഒരു ദിവസം തള്ളി നീക്കാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ ആ 3 സാധനം എന്തായിരിക്കും? സമാധാനം, ഭക്ഷണം, തള്ളി നീക്കാൻ പറ്റും, പക്ഷെ എന്നാലും ഒരു പരിധി വരെ. വായു, വെള്ളം. വായു ഇല്ലാണ്ട് ഒരു ദിവസം തള്ളി നീക്കൂല്ലേ? കുറച്ച് വേറൊന്നുമില്ല. എന്ത് പറയുന്നത്? ചില ആൾക്കാർക്ക് ഭക്ഷണം മതി, അപ്പൊ വായു തന്നെ ഉണ്ടാവും. ഗ്രേസേ, ഷൈൻ ടോം ചാക്കോ ഒരു ഓർമ്മ പറയൂ. മറന്നിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ ഷൂട്ട് ചെയ്തില്ലേ അന്ന് ഒരു ചെറിയൊരു സ്ട്രഗിൾ സീനുണ്ട്. എനിക്ക് വയ്യ അന്ന്. അപ്പൊ ഞാൻ ഇയാളോട് പറയടോ പതുക്കെ പിടിക്കടോ, എനിക്ക് കൈയൊക്കെ വേദന എടുക്കണമെന്ന് പറഞ്ഞു. ഈ മനുഷ്യനുണ്ടല്ലോ ഒരു ദാക്ഷിണ്യം ഇല്ല, പിടിച്ച് വലിച്ച് പറിച്ച് കൈയൊക്കെ നശിപ്പിച്ച്. കൈയായതുകൊണ്ട് ഭാഗ്യം. അങ്ങനെ. അപ്പൊ അതേമാതിരി ഇത് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് ഇത് തെറ്റും എന്ന് പറയുമ്പോ എന്റെ തെറ്റിപ്പോവും. അപ്പൊ ഞാനത് ഏതൊക്കെ അക്ഷരങ്ങളൊക്കെ അതൊക്കെ പോവായിരുന്നു. പൂവൊക്കെ തെറ്റിയ ഇതാണല്ലോ ഇപ്പത്തെ ട്രെൻഡ്. എനിക്കറിയില്ല കേട്ടാ, ഇതാണല്ലോ ട്രെൻഡ്. ഇങ്ങനെയൊക്കെയാണ് ട്രെൻഡ് ഉണ്ടാക്കണേ. ഞാൻ ഫോൺ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ചിരിക്കടാ.